വാർത്തയിലേക്ക്. ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുകയാണ്. ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് ഹൈക്കോടതിയിൽ. ഇന്ന് തന്നെ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഹണി റോസ് നൽകിയ അധിക്ഷേപ പരാതിയിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന തന്നെ ജാമ്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്ന സിയാദ് ഉണ്ട്. ഷബ്ന, വിശദാംശങ്ങൾ. ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. ജാമ്യാപേക്ഷ ഇന്ന് തന്നെ കോടതി പരിഗണിക്കും. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാകും പരിഗണിക്കുക. അഡ്വക്കേറ്റ് B രാമൻപിള്ള തന്നെയായിരിക്കും ഹൈക്കോടതിയിലും വാദം നടത്തുക. ഇന്നിപ്പോൾ ഒരുപക്ഷെ ഇടക്കാല ജാമ്യം അനുവദിക്കണം എന്നൊരാവശ്യം കോടതിയിൽ ഉന്നയിക്കാനുള്ള സാധ്യത കാണുന്നു. ഇന്നലെ മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് സെഷൻസ് കോടതിയെ സമീപിക്കാം എന്നതായിരുന്നു കോടതി ആദ്യ തീരുമാനം. എന്നാൽ സെഷൻസ് കോടതിയെ സമീപിച്ചാൽ കൂടുതൽ സമയം ഈ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നതിനും നടപടിക്രമങ്ങൾ ഉണ്ടാകുകയും തുടർന്ന് ബോബി ചെമ്മണ്ണൂർ കൂടുതൽ ദിവസം ജയിലിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടാകും എന്ന അഭിഭാഷകരുടെ വിലയിരുത്തലിനെ തുടർന്നാണ് ഇപ്പോൾ നേരിട്ട് ഹൈക്കോടതിയെ തന്നെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ഇന്ന് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കണം എന്ന് അടിയന്തരമായി ആവശ്യപ്പെടുകയും അടിയന്തരമായി പരിഗണിക്കണം എന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് തന്നെ ഈ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. ഒരു പക്ഷേ കോടതി നടപടികളുടെ ഭാഗമായി മറ്റ് നടപടികളിലേക്ക് ഇന്ന് ഒരുപക്ഷെ പോകാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഇടക്കാല ജാമ്യം എന്ന ആവശ്യം ഉന്നയിച്ചാൽ ഇടക്കാല ജാമ്യത്തിൽ ചെറിയ രീതിയിൽ വാദം നടക്കാനുള്ള സാധ്യത കാണുന്നു. അല്ലെങ്കിൽ ഇത് സർക്കാരിനോട് വിശദീകരണം തേടിയ ഹർജി പിന്നീട് പരിഗണിക്കാനായി മാറ്റുകയായിരിക്കും ചെയ്യുക. ഏതായാലും ബോബി ചെമ്മണ്ണൂർ ഇന്നലെ ആണ് റിമാൻഡിലായത്. 14 ദിവസത്തേക്കായിരുന്നു മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. 14 ദിവസം റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ച സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം താൻ നിരപരാധിയാണ്. കാരണം അശ്ലീല ഇത്തരത്തിൽ സംസാരിക്കുകയോ പൊതുജന മധ്യത്തിൽ ബോധപൂർവമായ ഒരു നീക്കം തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. 5 മാസങ്ങൾക്ക് ശേഷമാണ് ഈ നടി പരാതിയുമായി വരുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ തന്നെ അപമാനിച്ചു എന്ന് പറയുന്ന നടി പിന്നീട് ഫേസ്ബുക്കിൽ അടക്കം പോസ്റ്റ് ഇടുകയും അത്തരത്തിലുള്ള ഇതിനെ കുറിച്ച് യാതൊരു എതിർപ്പും പറയാതിരിക്കുകയും പിന്നീട് 5 മാസത്തിന് ശേഷം ഈ രീതിയിൽ ഒരു പരാതിയുമായിട്ട് വന്നത് സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രചരണം അല്ലെങ്കിൽ ഇത്തരം ഒരു പരാതി. അതുകൊണ്ട് തന്നെ ഈ ജാമ്യം നൽകണം തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഏതായാലും മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ ഈ വാദത്തെ എതിർത്തിരുന്നു. പ്രോസിക്യൂഷൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു നടിയെ പൊതുജന മധ്യത്തിൽ അപമാനിക്കുകയാണ് ചെയ്തത്. പലതവണ ആദ്യഘട്ടത്തിൽ അപമാനിച്ചു, പിന്നീട് പലതവണ സോഷ്യൽ മീഡിയ വഴി ഈ രീതിയിൽ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്തു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കുറ്റകൃത്യമാണ് ചുമത്തിയിട്ടുള്ളത്. അത് ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ് തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ പ്രതിഭാഗം ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നിലവിൽ IPC കുറ്റകൃത്യം അനുസരിച്ചാണെങ്കിൽ ഇത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. എന്നാൽ പുതിയ DNS അനുസരിച്ച് അത് ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ്. ഈ രീതിയിൽ IPCയിൽ ജാമ്യം ലഭിക്കുന്ന കുറ്റം ചുമത്തിയിരുന്നതിനാൽ ജാമ്യം നൽകണം എന്നൊരാവശ്യം ഉന്നയിച്ചു. പ്രോസിക്യൂഷൻ ഇതിന് മറുപടിയായി കോടതിയിൽ പറഞ്ഞത്, IPCയിൽ ഈ കുറ്റകൃത്യം ജാമ്യം ലഭിക്കാവുന്നതാണെങ്കിൽ പുതിയ നിയമസംഹിതയിൽ ഇത് ജാമ്യം ലഭിക്കാത്ത കുറ്റമാക്കിയത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കരുത്, ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ ഇല്ലാതാക്കണം എന്ന ഉദ്ദേശത്തോടെയാണ്. അതുകൊണ്ട് ഒരു രീതിയിലും പ്രതിക്ക് ജാമ്യം നൽകരുത് എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. മറ്റൊന്ന്, ഈ ജാമ്യാപേക്ഷയിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്, താൻ പൂർണ്ണമായും അന്വേഷണവുമായി സഹകരിക്കാം, കോടതി വെക്കുന്ന എല്ലാ നിബന്ധനകളും അംഗീകരിക്കാം, തന്റെ ഫോൺ പിടിച്ചെടുത്തിരിക്കുന്നു, ഇനി കൂടുതൽ തെളിവെടുപ്പിനോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ തുടരേണ്ടതോ ആയ സാഹചര്യമില്ല. ഈ ഒരു സാഹചര്യത്തിൽ തനിക്ക് ജാമ്യം നൽകണം എന്നൊരാവശ്യമാണ് ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഷബ്ന, ഒരുപക്ഷെ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് ഹൈക്കോടതിയിൽ ഇപ്പോൾ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കപ്പെടുമ്പോൾ ജാമ്യം നൽകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ജില്ലാ കോടതിയിൽ വിഷയം എത്തുമ്പോൾ ജാമ്യം അനുവദിച്ചാൽ തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകുമെന്നതായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം. അതിനെ തുടർന്ന് തെളിവുകൾ കൂടി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ജാമ്യം നിഷേധിക്കുകയും ബോബി റിമാൻഡിലാവുകയും ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം പ്രതീക്ഷ വയ്ക്കാനാകും ബോബിക്ക്? മാത്രമല്ല, പ്രോസിക്യൂഷൻ എങ്ങനെയായിരിക്കും ഇതിനെ നേരിടുക?
ഗൗതം, ഇന്നിപ്പോൾ നമുക്ക് ഇടക്കാല ജാമ്യം എന്നൊരു ആവശ്യം കോടതിയിൽ ഉന്നയിക്കുമോ എന്ന കാര്യത്തിൽ ഏകദേശം 1:45 കോടതി കൂടും. ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും. കാരണം ഈ 1:45 ഒരു പക്ഷേ കോടതിയിൽ ഇടക്കാല ജാമ്യം എന്നൊരു ആവശ്യം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കോടതി ഇടക്കാല ജാമ്യം അനുവദിക്കുമോ എന്ന കാര്യത്തിലായിരിക്കും ഇന്ന് തീരുമാനം വരിക. മറ്റൊന്ന്, സാധാരണഗതിയിൽ ഇത്തരത്തിൽ ജാമ്യാപേക്ഷ, അതായത് കസ്റ്റഡിയിലുള്ള റിമാൻഡിലുള്ള ഒരാളുടെ ജാമ്യാപേക്ഷ വരുമ്പോൾ ഇടക്കാല ജാമ്യം എന്നത് സാധാരണ രീതിയിൽ കോടതി പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം പ്രോസിക്യൂഷന്റെ അടക്കം വാദം കേട്ടതിനു ശേഷമായിരിക്കും ഇത്തരം കാര്യങ്ങളിൽ ഹൈക്കോടതി തീരുമാനമെടുക്കുക. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ അത്തരം ഒരു നിലപാട് ഹൈക്കോടതി എടുക്കുകയാണെങ്കിൽ സർക്കാരിന്റെ വിശദീകരണത്തിനായി മാറ്റാനാണ് സാധ്യത. സർക്കാരിന്റെ വിശദീകരണത്തിനായി ഈ കേസ് മാറ്റിയാലുള്ള ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചുള്ള ഒരു തിരിച്ചടി 2 ദിവസം, അതായത് നാളെയും മറ്റന്നാളും കോടതി അവധിയാണ്. ഇതിനുശേഷം തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ മാത്രമായിരിക്കും സർക്കാരിന്റെ വിശദീകരണം ലഭിക്കുക. അതിനുശേഷം ഇതിൽ വിശദമായ വാദത്തിനു ശേഷം വിധി പറയുകയാകും ഉണ്ടാകുക. ഒരു പക്ഷേ ഇടക്കാല ജാമ്യം എന്ന ആവശ്യം ഉന്നയിക്കുകയും പ്രോസിക്യൂഷൻ അതിന് തയ്യാറാകുകയും പ്രോസിക്യൂഷൻ അതിൽ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാകുകയും ചെയ്താൽ, അല്ലെങ്കിൽ വാദം നടത്താൻ തയ്യാറാകുകയും ചെയ്താൽ ഇന്ന് തന്നെ ചിലപ്പോൾ ഇടക്കാല ജാമ്യം എന്നൊരാവശ്യം കോടതിയിൽ ഉന്നയിക്കാനുള്ള സാധ്യത മാത്രമാണത്. അത് പൂർണ്ണമായും ശരിയാകാൻ സാധ്യതയില്ല. കാരണം അത്തരം കേസുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, റിമാൻഡിലുള്ള ആളുകളുടെ ജാമ്യാപേക്ഷ വരുമ്പോൾ ഇടക്കാല ജാമ്യം എന്നത് കോടതി സാധാരണ നിലയിൽ പ്രോത്സാഹിപ്പിക്കാറില്ല. കാരണം പ്രോസിക്യൂഷന്റെ നിലപാട് കോടതിക്ക് തേടേണ്ടതുണ്ട്. മറ്റൊന്ന്, പോലീസ് ബോബിയുടെ കസ്റ്റഡി ആവശ്യപ്പെടാനുള്ള നീക്കം നടക്കുന്നതായുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ വാദം നടക്കുന്ന സമയത്ത് പോലീസിൻ്റെ, അതായത് സർക്കാരിൻ്റെ വിശദീകരണത്തിനപ്പുറത്തേക്ക് പോലീസ് ഈ വിഷയത്തിൽ കസ്റ്റഡി ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അതിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ? ഗൗതം, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക എന്നത് മജിസ്ട്രേറ്റ് കോടതിയിലാണ്. ഹൈക്കോടതിയിൽ പോലീസിന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല. ഒരു പക്ഷേ ഇന്നലെ ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. അതിൽ വിശദമായ വാദം നടത്തി. ആ ഘട്ടങ്ങളിലൊന്നും തന്നെ കസ്റ്റഡിയിൽ വേണം എന്നൊരു ആവശ്യം പോലീസ് ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ വേണം എന്ന ആവശ്യം ഉന്നയിക്കാൻ സാധ്യത വളരെ കുറവാണ്. തന്നെയുമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഇതിൽ ആകെയുള്ള തെളിവ് എന്ന് പറയുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ ഫോണാണ്. ഫോണുമായി ബന്ധപ്പെട്ടാണ് ഈ തെളിവ് ശേഖരണവും അല്ലെങ്കിൽ അത് തെളിവ് പിടിച്ചെടുക്കലും മറ്റ് നടപടികളും ഉള്ളത്. ഈ ഫോൺ ഏതായാലും പോലീസിന്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞു. ഫോറൻസിക് പരിശോധനയ്ക്ക് ഫോൺ അയക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനി ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം എന്നൊരു നിലപാടിലേക്ക് പോലീസ് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഈ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം ഈ കേസിലുണ്ടോ എന്നത് സംബന്ധിച്ച് വലിയ തർക്കം നിൽക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ വഴി അന്വേഷിക്കാവുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് തെളിവുകൾ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യമായതുകൊണ്ട് ഒരു പ്രതിയെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുകയോ ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, അതായത് കഴിഞ്ഞ ദിവസം ഈ റിമാൻഡിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ പോലീസ് വാഹനത്തിന് നേരെ ഈ ബോബിയുടെ കൂട്ടാളികൾ നടത്തിയ ഒരു അക്രമമുണ്ട്. അത് ഇപ്പോൾ വലിയ വാർത്തയാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവർക്കെതിരെ നിയമ നടപടികൾ നടക്കുന്നുണ്ട്. അപ്പോൾ പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം ജില്ലാ കോടതിയിൽ വാദിച്ചത് പ്രതിക്ക് സ്വാധീന ശക്തിയുണ്ട്, അതോടൊപ്പം തന്നെ കേസിനെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു വ്യക്തിയാണ്, വലിയ വ്യവസായിയാണ് എന്നുള്ള കാര്യം മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇന്നലെ ഉണ്ടായ ഈ സംഭവങ്ങൾ, അല്ലെങ്കിൽ ഈ നാടകീയമായ ചില സംഭവങ്ങൾ, ആ സംഭവങ്ങൾ ഇന്നിപ്പോൾ ഈ ഇടക്കാല ജാമ്യത്തിനുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ പ്രോസിക്യൂഷൻ അവരുടെ ഒരു വാദത്തിൻ്റെ ഭാഗമായി അത് ഉയർത്താനുള്ള സാധ്യതയില്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള വാദങ്ങളൊക്കെ പ്രോസിക്യൂഷൻ ഉയർത്താൻ സാധ്യതയുണ്ട്. വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. അത്തരത്തിൽ സ്വാധീനമുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനുമുള്ള സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിക്കും. ഈ ആരാധകർ വാഹനം തടഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് പക്ഷേ ഈ പ്രതിയുമായി നേരിട്ട് ബന്ധപ്പെടുത്താവുന്ന ഒരു ഇതായി പ്രോസിക്യൂഷൻ അവതരിപ്പിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ ഇതിൽ പോലീസിന്റെ നടപടി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പോലീസ് വാഹനം തടഞ്ഞാണ് ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാക്കിയത്. അത് പോലീസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിലേക്ക് പോകുന്നുണ്ട്. ഏതായാലും ഹൈക്കോടതി ജസ്റ്റിസ് CV കുഞ്ഞികൃഷ്ണൻ ഇന്ന് തന്നെ ഈ ഹർജി പരിഗണിക്കും. ഏകദേശം 2 മണിയോട് കൂടിയായിട്ടായിരിക്കും ഹർജി കോടതിയുടെ പരിഗണനയിലെത്തുക. ശരി, ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്നാസ് സിയദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പുറത്തുവരുന്നത്.